സാർ, നമസ്കാരം. നമ്മൾ നമസ്കാരം. നേരത്തെ തന്നെ തിരുപ്പതി ലഡുവിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അവിടെ നടക്കുന്ന അട്രോസിറ്റീസിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അനാചാരങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ്. പക്ഷെ അതിലിപ്പോ ഒരു വലിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. നമുക്കറിയാം, ഈ പ്രകാശ് രാജ് എന്ന് പറയുന്ന ഒരു പൊതുശല്യം. പുള്ളി ഒരു മോദി വിരുദ്ധനാണ്. പക്ഷെ ഒരു മോദി വിരുദ്ധൻ എന്നതിലുപരി പുള്ളി ഒരു ഹൈന്ദവ വിരുദ്ധനായിട്ടാണ് എപ്പോഴും സമൂഹ മാധ്യമങ്ങളെല്ലാം പോർട്രേ ചെയ്യപ്പെടുന്നത്. അത് പുള്ളിയുടെ പല പല നിലപാടുകളുടെ ആ ഒരു ഇതുകൊണ്ടാണ്. കാരണം പുള്ളി തിരുപ്പതി ലഡുവിന്റെ കേസ് വന്നപ്പോൾ ആ ലഡുവിനെ ഒരു ബോംബാക്കിയിട്ട് അതിന്റെ സൈഡിൽ ഒരു തിരി കൊളുത്തുന്ന രീതിയിലാണ് പുള്ളി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടുന്നത്. അങ്ങനെ പോസ്റ്റ് ഇട്ടുന്ന ആ ഒരു സാഹചര്യത്തിൽ പുള്ളി പറയുന്നത് ഇത് രാജ്യം മുഴുവൻ ആളിക്കത്തിക്കാനുള്ള ഒരു സംഭവമാക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഹൈന്ദവന്റെ ഒരു ആചാരമായത് കൊണ്ടായിരിക്കാം പുള്ളി അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഒരു ബീഫ് കഴിച്ചതിന്റെ പേരിൽ ഒരു മുസ്ലിമിനെ തല്ലിക്കൊല്ലുന്ന ഒരു വാർത്ത ഏതെങ്കിലും കാട്ടുമുക്കി ഇന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വാർത്ത സത്യമാവണമെന്ന് പോലുമില്ല. നമുക്കറിയാമല്ലോ, നോർത്ത് ഇന്ത്യൻസിന്റെ വികാരമാണ് പശു എന്ന് പറയുന്നത്. ഈ പശുവിനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ ആയിരിക്കും ചിലപ്പോൾ അവന്മാര് മോബ് ലിഞ്ചിങ് ചെയ്യുന്നത്. അപ്പൊ അത് രാജ്യം മുഴുവൻ എത്തിക്കാൻ ഒരു കുട പിടിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രകാശ് രാജ് എന്ന് പറയുന്നത്. അപ്പോ ഈ പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചെയ്തപ്പോ പവൻ കല്യാൺ, നമുക്കറിയാം ജനസേന പാർട്ടിയുടെ ഇപ്പൊ ഏറ്റവും വലിയ ശക്തനായിട്ടുള്ള നേതാവാണ് ആന്ധ്രാപ്രദേശിലെ പവൻ കല്യാൺ എന്ന് പറയുന്നത്. പവൻ കല്യാൺ അന്നേ പറഞ്ഞിരുന്നതാണ് പ്രകാശ് രാജിന് മുട്ടം പണി കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നെ ഇപ്പോ പവൻ കല്യാൺ wants all the actors and the film industry to be careful about speaking on Sanatana Dharma. He said, "I am very serious about Sanatana Dharma. If similar issues arose in other religions like Islam, there would be widespread agitation. I do not understand why you are criticizing me. The film industry and others should not make lights of this issue. Should I not speak away? Should I not speak out against attacks on Sanatana Dharma? Prakash should learn a lesson." എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പവൻ കല്യാൺ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോ തെലുഗു മാർക്കറ്റ് എന്ന് പറയുന്ന മാർക്കറ്റാണ് ഇപ്പൊ ബോളിവുഡിനെക്കാട്ടിലും ഏറ്റവും വലിയ മാർക്കറ്റ് ആയിട്ട് ഇരിക്കുന്നത്. അറിയാലോ, തെലുഗു മാർക്കറ്റ്. പ്രകാശ് രാജ് എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിച്ച ഒരു അവിഭാജ്യ ഘടകമായിട്ട് നിൽക്കുന്ന ഒരുത്തനാണ്. അപ്പോ പ്രകാശ് രാജ് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന വന്നപ്പോ പല സിനിമകളിൽ നിന്നും പ്രകാശ് രാജിനെ ഒഴിവാക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് രജനീകാന്ത്, അതായത് തമിഴ് സൂപ്പർ സ്റ്റാർ, ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ വേട്ടയ്യൻ എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്. October 10th അതിന്റെ റിലീസ് എന്ന് പറയുന്നത്. അതിൽ രജനീകാന്തുണ്ട്, അമിതാഭ് ബച്ചനുണ്ട്, മഞ്ജു വാര്യർ, അങ്ങനെ ഒരു വലിയ താരനിര തന്നെയുണ്ട്. ഒരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ടാണ് അത് വരുന്നത്. ആ ഫിലിമിലെ അമിതാഭ് ബച്ചന് വോയിസ് കൊടുത്തിരുന്നത്, ഇപ്പൊ അതിന്റെ പ്രിവ്യൂ ഒക്കെ വന്നത്, ആ പ്രിവ്യൂലൊക്കെ അമിതാഭ് ബച്ചന് വോയിസ് കൊടുത്തിരുന്നത് പ്രകാശ് രാജാണ്. പക്ഷെ വലിയൊരു ഭയം, അതായത് പ്രകാശ് രാജിനെ ബഹിഷ്കരിക്കണം എന്നുള്ള ഒരു വലിയൊരു മൂവ്മെന്റ് ആന്ധ്രയിൽ നടക്കുന്നത് കൊണ്ട്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് കൊണ്ട്, ഈ വിഷയത്തിന്റെ പുറത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ അമിതാഭ് ബച്ചന്റെ വോയിസ് പ്രകാശ് രാജ് കൊടുക്കണ്ട, പ്രകാശ് രാജിനെ അതിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അങ്ങനെ പുറത്താക്കിയത് മാത്രമല്ല, ഇവർ AI ടെക്നോളജി ഉപയോഗിച്ച് അമിതാഭ് ബച്ചന്റെ വോയിസ് അതിൽ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് അമിതാഭ് ബച്ചൻ ഇപ്പോൾ ഹിന്ദിയാണല്ലോ, പുള്ളി ഹിന്ദിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഡബ് ചെയ്യുന്ന തമിഴിലാണ്. പക്ഷെ ആ തമിഴില് പുള്ളിയുടെ വോയിസിൽ തന്നെ AI ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിലൊരു പാട്ട് ഇറങ്ങിയിരുന്നു, മനസ്സിലായോ എന്ന് പറഞ്ഞൊരു പാട്ട്. അതില് രജനീകാന്തിന്റെ പോർഷൻ മലേഷ്യൻ വാസുദേവനാണ് പാടിയിരിക്കുന്നത്. പുള്ളിക്കാരൻ മരിച്ചിട്ട് ഇപ്പോ 12-19 വർഷമായി. പക്ഷെ പുള്ളിയുടെ വോയിസ് റീക്രിയേറ്റ് ചെയ്താണ് ആ പാട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആ ടെക്നോളജി ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. എന്താ തോന്നുന്നത്, പ്രകാശ് രാജിന് മുട്ടം പണി കിട്ടുമോ? കുറെ നാളായിട്ട് അവനെ ഓങ്ങി ഓങ്ങി വെച്ചിരിക്കുന്നത് കുറെ സംഖ്യകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. പ്രകാശ് രാജ് എന്ന് പറഞ്ഞ ഒരാളെ ഈ പറഞ്ഞ നല്ലൊരു ആക്ടറാണ്, സംശയമില്ലായിരുന്നു. പക്ഷെ അത് സംശയമില്ല. വായിൽ നാവ് ശരിക്ക് പറഞ്ഞ പോലെ കൺട്രോളിൽ വെച്ചില്ലെങ്കിൽ ഇതാണ് പ്രോബ്ലം ഉണ്ടാവുന്നത്. നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ദേശത്ത് ഫ്രീഡം കുറച്ച് കൂടിപ്പോയി ധനുഷ്. അതാണ്, ആർക്ക് എന്ത് വേണമെങ്കിൽ പറയാമെന്നാണ്. മോദിയെ തെറി വിളിച്ചിട്ടും ആരും ജയിലിൽ പോവില്ല. പക്ഷെ അതേ സമയത്ത് വെസ്റ്റ് ബംഗാളിൽ പോയി അവിടെ പറഞ്ഞു നോക്കട്ടെ, അല്ലെങ്കിൽ അവിടെ കേരളത്തിൽ പിണറായി എന്ന് പറഞ്ഞു നോക്കട്ടെ, അപ്പൊ വരും പോലീസ് വീട്ടിലേക്ക്. ഇതാണ് അനുഭവിക്കുന്നുണ്ട്. അതാണ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടാണ്. വേറെ കുറെ ചാനലിന്റെ ഓണർമാരും ചാനലുകാരെയും ഒക്കെ കേസ് രജിസ്റ്റർ ചെയ്താണ്. നമ്മുടെ ആങ്കേഴ്സിന് നേരെ കേസ് രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണ്. എന്റെ നേരെ കേസ് രജിസ്റ്റർ ചെയ്താണ് എന്തൊരു പിണറായി വിജയന്റെ വക. എനിക്കെതിരെ ഒരു പരാതി പോയിട്ടുണ്ട്. പരാതിയല്ല, എന്റെ നേരെ ഒരു FIR ഇട്ടതാണ് ഇവരൊക്കെ. പക്ഷെ ഞാനത് സുപ്രീം കോടതി പോയി വേണ്ടത് ചെയ്തു. ഞാൻ പറയാതെ ഇവിടെ വരുന്നത് മെയിനായിട്ട് ഇപ്പൊ TM കൃഷ്ണയുണ്ട്, നസിറുദ്ദീൻ ഷാ ഉണ്ട്, നമ്മുടെ സിദ്ധാർത്ഥ് ഉണ്ട് ആക്ടർ. ഇവരുടെ ട്വീറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് മോദി വിരുദ്ധത മാത്രമേ ഉള്ളൂ. മോദി എന്ത് ചെയ്താലും, മോദി പറഞ്ഞു നാളെ വെള്ളം കുടിക്കാൻ പറയുമ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് മോദി പറഞ്ഞ, അല്ലെങ്കിൽ മോദി പറയും ഇത് നല്ലൊരു ഇതാണ്, നിങ്ങളിങ്ങനെ ടോയ്ലറ്റൊക്കെ ടോയ്ലറ്റിന്റെ ആവശ്യമൊന്നുമില്ല എന്നാണ്. അല്ല, അതിനൊരു വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നരേന്ദ്രമോദി സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നൊന്ന് പറഞ്ഞു നോക്കട്ടെ, ഉടനെ അവന്മാരെല്ലാം ഒന്നിച്ച് അതിനെ എതിർക്കും. അതേപോലെ നിങ്ങളൊരു പൊളിറ്റീഷ്യനെ ഇഷ്ടമില്ല എന്നല്ല, അത് കുഴപ്പമില്ല, അത് നാച്ചുറലാണ്.
ഇപ്പൊ നമ്മൾ പിണറായിക്ക് കിട്ടുന്ന പറഞ്ഞ കേരളത്തിൽ കിട്ടുന്ന ക്രിറ്റിസിസം നോക്കിക്കഴിഞ്ഞാൽ വേറൊരു മുഖ്യമന്ത്രിക്ക് അത്ര കിട്ടില്ല. ഉം, പോസിബിളി മമതാ ബാനർജി മാത്രമേ ഉള്ളൂ വേറെ ഒരാള് അങ്ങനെ എത്ര ഒരു ആന്റി എന്താ പറയുക ഒരു തരം എമർജൻസി ടൈപ്പ് ഒരു ഡിക്റ്റേറ്റർ ടൈപ്പ് ഉള്ളത്. ഉം, ഉം. പിണറായി അണ്ടറിൽ ഒരാളെയും പിണറായി മുകളിലേക്ക് വരാൻ സമ്മതിക്കുന്നത്. മമതാ ബാനർജി അത് തന്നെയാണ് കാര്യം. മമതാ ബാനർജിയുടെ ഒരു സെക്കൻഡ് ഇൻ കമാൻഡ് ആരും ഉണ്ടാവാൻ പാടില്ല എന്നാണ് അതിനൊരു റൂൾ. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പ്രകാശ് രാജിനെമാരിലെ ആൾക്കാർക്ക് ഇവർക്കൊരു പേടിയില്ല. അതാ പ്രോബ്ലം ഇവർക്ക് അറിയാം. ഇവരെ ജയിലിൽ ഇവരെ ഒരു ദിവസം അറസ്റ്റ് ചെയ്താൽ മതി, ഒരു ദിവസം അറസ്റ്റ് ചെയ്യണ്ട, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടാൽ മതി. അതന്നെ വലിയ ഇഷ്യൂ ആണ്. ഇതാ കണ്ട മോദി ഇങ്ങനെ ചെയ്തു, മോദി അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇവരെയൊക്കെയാണ് അതെ. നമ്മൾ ഇറാനിലോ പാലസ്റ്റൈനിലോ അല്ലെങ്കിൽ പറഞ്ഞ ലെബനനിൽ കൊണ്ടേ കിട്ടണം ഇവരൊക്കെ. അപ്പൊ ഇവർ പഠിക്കും എന്താണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നുള്ളത്. അവിടെ പോയി പഠിക്കട്ടെ, അവർ കാണിച്ചു കൊടുക്കണം. ഉം, നമുക്കറിയാം നമ്മുടെ അവിടെ മലയാളത്തിൽ കുറവൊന്നല്ല, മലയാളത്തിൽ ചില ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഉം. അവര് ഹിന്ദുക്കളുടെ നേരെ പറയും, റെഗുലർ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ഇൻഡയറക്റ്റ് ആയിട്ട് അടിക്കുന്ന പാർട്ടികളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഉം, കണ്ടതുമാണ്. ചില ഉം. ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാർ ഈ പറഞ്ഞ മാതിരി മോഹൻലാൽ ഒരു ഉം. ഹിന്ദു റോള് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന ആൾക്കാർ കുറെ പേരുണ്ട്, വന്ന് അല്ല, കമന്റ് ഇപ്പോ അടിക്കുന്ന. ഇപ്പോ മലയാളത്തിൽ ഒരു കറന്റ്ലി ഒരു കോൺട്രവേഴ്സി റണ്ണിംഗ് ആണ്. അതായത് അമൽ നീരദിന്റെ ബോഗൈൻ വില്ല എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ആവുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഭൂലോകം സൃഷ്ടിച്ച കർത്താവിനു സ്തുതി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ടിൽ ആക്ച്വലി അവര് ക്രിസ്ത്യൻ സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ വലിയൊരു കോൺട്രസ്. സീറോ മലബാർ സഭ അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും അവർക്ക് അതിനുള്ള അവകാശമില്ലേ, അവർക്ക് എന്താ പറയുക, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുമ്പോൾ ഇവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, സാറിന് അറിയാമായിരിക്കും. അതായത് നിർമാല്യം എന്ന് പറയുന്ന സിനിമയിൽ വെളിച്ചപ്പാട് ഭഗവതിയുടെ മുഖത്ത് തുപ്പുന്ന ഒരു സീനുണ്ട്. അതാണ് നമ്മുടെ മലയാളത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നിവര് പറയും. അത് വെളിച്ചപ്പാട് തുപ്പുന്ന സീനാണ്. അത് ഓക്കെ, ശരി, അത് നിങ്ങൾക്ക് പറയാം, വെളിച്ചപ്പാട് തുപ്പുന്ന ഒരു സീൻ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഹിന്ദു സമൂഹത്തിൽ വെളിച്ചപ്പാട് തുപ്പുന്ന സീൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയും എടുത്തു പറയാം. വേറെ ഏതെങ്കിലും ഒരു മതത്തിൽ ഇതുപോലൊരു സീൻ നിങ്ങൾക്ക് എടുത്തു കാണിക്കാനുണ്ടോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ക്രിസ്ത്യൻ സമൂഹത്തെ മോശമാക്കി കാണിക്കുക, ഹൈന്ദവ സമൂഹത്തെ മോശമാക്കി കാണിക്കുക, വേറൊരു പ്രത്യേക സമുദായത്തെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുക, അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു പാട്ട് എഴുതിയാൽ പോലും അത് എന്താണ് ഒരു മാപ്പിളപ്പാട്ടിന്റെ സ്റ്റൈൽ പിടിച്ച് അല്ലെങ്കിൽ വേറൊരു സംഭവത്തിന്റെ സ്റ്റൈൽ പിടിച്ച് ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് മലയാളത്തിൽ നമ്മൾ പൊതുവെ. ഇപ്പൊ നമുക്കറിയാം, ആഷിഖ് അബുവിന്റെ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു സൈഡിൽ ആഷിഖ് അബു, മാത്തനും പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന വേറൊരു പെണ്ണും, ആ പെണ്ണിന്റെ ആ സിനിമ എടുക്കുമ്പോൾ അതിൽ പറയും സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ്. അതേസമയം ഇപ്പുറത്ത് വന്നിട്ട് ആഷിഖ് അബു ഹലാൽ ലവ് സ്റ്റോറി പ്രൊഡ്യൂസ് ചെയ്യും. അതിന് വളരെ ഉദാത്തമായിട്ടുള്ള പ്രണയമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അമൽ നീരദിന്റെ മൂവിയാണ് ബോഗൻ വില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു മൂവിയിൽ ഇത്തരത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തെ അവഹേളിക്കുന്നു എന്ന് പറഞ്ഞൊരു ഇത് വരുന്നു. നമുക്ക് വേണമെങ്കിൽ അത് തള്ളിക്കളയാം സാറേ, അതൊരു അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അങ്ങനെ തള്ളിക്കളയുമ്പോൾ നമുക്കുണ്ടാകുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ കഴിഞ്ഞ അമൽ നീരദിന്റെ ഒരു പടമുണ്ട് ഭീഷ്മപർവം എന്ന് പറഞ്ഞുകൊണ്ട്, ഭീഷ്മപർവം. അപ്പൊ എന്റെ വളരെ നിഷ്പക്ഷനായിട്ടുള്ള ഒരു കൂട്ടുകാരനുണ്ട്. അവനാണെങ്കിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞ സാധനമില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ വളരെ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങളെ വിമർശിക്കുന്ന തന്നെ. അവൻ ഈ പടം കണ്ടിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞത്, എങ്ങനെയുണ്ടോ സിനിമ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, സിനിമ കൊള്ളാം, പക്ഷേ ഇതില് ഒരു മതവിഭാഗത്തെ മാത്രം ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നത് പോലെ തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇവൻ എങ്ങനെ തോന്നിയെങ്കിൽ. അതായത് അതിന്റെ മൂവിയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ ഫാമിലി, ഒരു ഹിന്ദു ഫാമിലി, ഒരു മുസ്ലിം ഫാമിലി. ഈ ക്രിസ്ത്യൻ ഫാമിലിയും ഹിന്ദു ഫാമിലിയും അങ്ങേയറ്റം മോശമാണ്. മുസ്ലിം ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്ത് നിർത്തിയിരിക്കുന്ന അങ്ങനെയുള്ള പടങ്ങളാണ് ഇയാൾ ബേസിക്കലി എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഇതിന്റെ ഒരു കറന്റ് കോൺട്രവേഴ്സി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നോണ്ട് പറഞ്ഞതാ. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുക IC-814 എന്ന സിനിമ വന്ന, സിനിമയല്ല സീരീസ് വന്നിരുന്നുണ്ട്, വെബ് സീരീസ് വന്നിരുന്നുണ്ട്. അതിലെന്താ ഉണ്ടായത്, അത് ഹൈജാക്കേഴ്സ് എല്ലാം ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ ഇവിടെ ഇത് ഇറക്കി കഴിഞ്ഞപ്പോൾ അതെല്ലാം പേര് മാറ്റിയാൽ ഹിന്ദുക്കളുടെ പേരാക്കി. പിന്നെയാണ് അത് ഈ പറഞ്ഞ മാതിരി ഗവൺമെന്റ് അവരെ വിളിച്ച് വാർണിംഗ് കൊടുത്തപ്പോൾ, നെറ്റ്ഫ്ലിക്സിന് വാർണിംഗ് കൊടുത്ത പ്രൊഡ്യൂസേഴ്സ് അതിന് ഒരു ഡിസ്ക്ലെയിമർ ഇട്ടു. ഈ ഡിസ്ക്ലെയിമർ എത്ര പേര് വായിക്കും മനുഷ്യൻ, നമുക്കറിയാലോ. ഈ പറഞ്ഞ മാതിരി ആമിർ ഖാൻ ഹിന്ദുക്കളെ അവന്റെ സിനിമയിൽ കുറെ കളിച്ച് ഈ പറഞ്ഞ മാതിരി ദൈവങ്ങളെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതേസമയം വേറൊരു റിലീജിയനെ പറ്റി പറഞ്ഞാൽ ചാർലി ഹെബ്ഡോന്റെ കേസ് പറയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് കണ്ട തല തന്നെ വെട്ടിക്കളഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു റിലീജിയന് മാത്രം, അതൊരു ഹിന്ദുക്കളുടെ ഒരു വീക്ക്നെസ് ആണ്. നമ്മളിപ്പോ ഈ പറഞ്ഞാലും ഏതൊരു ദൈവത്തിനെ കളിയാക്കി പറഞ്ഞാലും നമ്മൾ പറയും പോട്ടെ, അവര് പറയണം പറഞ്ഞോട്ടെ എന്ന് പറയും. പക്ഷെ അതേസമയം വേറൊരു കമ്മ്യൂണിറ്റി പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവര് റോട്ടിലിറങ്ങും. അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നുപുർ ശർമ്മ ഒരു കോമന്റ് ഹദീത്തിന് കോട്ട് ചെയ്തതാണ് നുപുർ ശർമ്മ. വേറെ അതും
അപ്പുറത്തേക്കിനെ പാനലിസ്റ്റ് പ്രൊവോക്ക് ചെയ്തു, നിങ്ങളുടെ ഹിന്ദുക്കൾ, നിങ്ങളുടെ ദൈവം കല്ല്, അത് ഇത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ സ്ത്രീക്ക് ദേഷ്യം വന്നിട്ട് ഹദീത്ത് നിന്ന് കോട്ട് ചെയ്തതാണ്. നമ്മളത് കുറെ ഇതിലും കണ്ടു. ട്രിപ്പിൾ തലാഖിന്റെ കേസ് വന്നപ്പോൾ നമ്മൾ കണ്ടു, ഞങ്ങളുടെ പേഴ്സണൽ ലോ ഞങ്ങളുടെ പേഴ്സണൽ ലോ ആണ് അതൊന്ന്. അപ്പൊ നമ്മൾ ശബരിമല കോൺട്രവേഴ്സി വന്നപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ശരിക്കുള്ള മുഖം നമുക്ക് പിണറായി ആവട്ടെ ഈ പറഞ്ഞ മാതിരി ഒരു മതിലൊക്കെ പണിത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം മതിലൊക്കെ ഉണ്ടായിരുന്നു, വനിതാ മതിലും മറ്റേ മതിലൊക്കെ ആയിട്ട്. അവിടെ നമ്മൾ കണ്ടു പൊളിറ്റിക്കൽ ഡിവൈഡ് ഇല്ലാണ്ട് ഉറുക്കേട്ട സ്ത്രീകൾ മുതൽക്ക് ലൈനിൽ നിൽക്കുകയായിരുന്നു. എന്തിനാ? സ്ത്രീകൾ ശബരിമലയ്ക്ക് പോകണമെന്നുണ്ട്. എന്നാൽ ഇതേ സ്ത്രീകള് എന്തിനാ ബുർക്കിടണേ? അത് നമ്മൾ ചോദിക്കട്ടെ, അത് ചോദിക്കണം. നിങ്ങൾക്ക് എത്ര സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ ബുർക്കിടണം? നിങ്ങളെന്താ പള്ളിയിൽ പോകാത്തത്? പള്ളിയിൽ നിങ്ങളും പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവരെയും കൂടെ ഒരുമിച്ച് നിങ്ങൾ പള്ളിയിൽ കയറണം, ഞങ്ങൾക്ക് സെപ്പറേറ്റ് സെക്ഷൻ ഒന്നും പറ്റില്ല. ഇതേ ഇവിടെ വന്നൊരു പാർട്ടി ശബരിമലയിൽ വന്ന് കയറാൻ നോക്കിയ പാർട്ടി അവിടെ ഹാജി അലിയിൽ പോയിരുന്നു. അവരടിച്ചു ഓടിച്ചു കൊടുന്നു ആ സ്ത്രീയെ. അതാണ് ഞാൻ പേരെടുക്കണമെന്ന് വെച്ചിട്ട് വന്നപ്പോ എന്താണ് പേര് പറഞ്ഞു. എന്തായാലും അപ്പൊ നമുക്ക് പറഞ്ഞാൽ പറയും പേര് പറഞ്ഞു എന്ന് പറയും. നമ്മൾ അതൊന്നുമല്ല. ഒരു ഇഷ്യൂ വരുമ്പോ ഈ കമൽഹാസനും അത് തന്നെയാണ്. കണ്ടോ കമൽഹാസന്റെ ട്രീറ്റ്മെന്റ് ടി എം കൃഷ്ണ മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക്, അത് ഹിന്ദുക്കൾ എന്നാൽ അവർക്കൊരു ഓഡിയൻസിനെ കളക്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ റീസൺ ഇവർ ചെയ്യാൻ കാരണം എന്താണ്? പക്ഷെ കാശാണ്. ആന്റി മോദി കോമന്റ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം തൊട്ട് കാശ് ഇങ്ങനെ തുരിതരാന്ന് വന്നിട്ടിരിക്കും. അത് ഏത് സോഴ്സിന് വന്നെന്ന് പറയാൻ ആവശ്യമില്ല. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓൾട്ട് ന്യൂസ് ആയാലും ന്യൂസ് മിനിറ്റ് ആയാലും ഇവരൊക്കെ ഫണ്ടിങ് വരുന്നൊക്കെ ഷേഡി സോഴ്സസ്. നമ്മൾ കണ്ടു മീഡിയ വണ്ടെ കേസിലും സുപ്രീം കോടതിയിലെ കേരള ഹൈക്കോടതിയിലെ സീൽഡ് എൻവലപ്പ് കൊടുത്തപ്പോൾ ജഡ്ജിമാർ വായിച്ചിട്ട് ഞെട്ടിന്നാ പറഞ്ഞു. അവർ പറഞ്ഞല്ലോ, ഷോക്കിംഗ് ടു സീ ദ നെയിംസ് ഓഫ് പീപ്പിൾ ഹു ആർ ഫണ്ടിങ് ദ ചാനൽ. അതേ സീൽഡ് എൻവലപ്പ് സുപ്രീം കോടതിയിൽ വന്ന പാലും ഞങ്ങൾ നോക്കില്ല, ഞങ്ങൾ തിരിഞ്ഞു നോക്കില്ല. ആ ഡയറക്ടർമാർ ആര് വേണേ ആയിക്കോട്ടെ, അതിലുണ്ട് ആരാണ് ഫണ്ട് ചെയ്യണ ആ ചാനൽ എന്നുള്ളത്. അത് അവർ വായിച്ച് നോക്കണേ, നോക്കിയില്ല. എന്താ സ്വാതന്ത്ര്യം? ഇതാണ് സെയിം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. പക്ഷെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒരു വൺ വേ സ്ട്രീറ്റ് ആവാൻ പറ്റില്ലല്ലോ. ഒരു റിലീജിയനെ മാത്രം നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറയാം, ബാക്കിയുള്ളവരൊന്നും മിണ്ടാൻ പാടില്ല. അത് ഇങ്ങനെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആവണം. നമ്മൾ കണ്ടതാണ്. ഈ നുപുർ ശർമ്മയുടെ കേസ് കഴിഞ്ഞ് ഇന്നുവരെ നുപുർ ശർമ്മയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. കനയ്യലാലിനെ നമ്മൾ കണ്ടു, കഴുത്തിറക്കി കൊന്നു അവര്. എന്തിനാ ചെയ്തത്? ഇതാണേ നമുക്കൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഹിന്ദു റിലീജിയനെ പറ്റി എന്ത് പറഞ്ഞാൽ ആർക്കും ഒരു കുഴപ്പമില്ല. ആരും ആരുടെ കഴുത്ത് വെട്ടാനോ അല്ലെങ്കിൽ പറഞ്ഞാൽ ഈ കല്ലെറിഞ്ഞ് കൊല്ലാനോ ഒന്നും പറയില്ല. പക്ഷെ വേറൊരു റിലീജിയനെ പറ്റി ഇതാണ് ഇതേ പ്രകാശ് രാജ് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറ്റി ഒരു കമന്റ് അടിച്ചു നോക്കട്ടെ. വേണ്ട, മുസ്ലിംസ് ഉണ്ട്, അദ്ദേഹത്തിന്റെ സ്വന്തം റിലീജിയൻ ക്രിസ്ത്യാനികളെ പറ്റി ഒന്ന് പറഞ്ഞു നോക്കട്ടെ, അപ്പൊ മനസ്സിലാവും. അത് കണ്ടില്ല. ഈ പറഞ്ഞ മാതിരി കമൽഹാസന്റെ ഓരോ സിനിമ വന്നപ്പോ അത് ഈ ചെറിയൊരു പ്രൊട്ടസ്റ്റ് വന്നപ്പോഴേക്കും ആള് പേടിച്ചു അപ്പൊ തന്നെ. അതാണ് നാട് വിടാൻ പോയി. പക്ഷെ നാട് വിടൽ പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന എനിക്ക് ഈ നസറുദ്ദീൻ ഷാവും വേറെ കുറെ പാർട്ടികൾ പറഞ്ഞിരുന്നു, മോദി ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നാട് വിടുന്നു. ഇതുവരെ കാണാൻ ആരും അവിടെ തന്നെ ഉണ്ട് ഇപ്പോഴും. ഇവിടെ മധുപാൽ എന്ന് പറഞ്ഞൊരു ആളുണ്ട്. അയാൾ പറഞ്ഞത് രണ്ടാമത്തെ ടേം നരേന്ദ്രമോദി വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നാണ്. പക്ഷെ ഇപ്പോഴും പയറുപോലെ അടങ്ങുന്നുണ്ട്, വാക്കിന് വിലയില്ലാത്തത്. അതവന് ഇന്നത്തെ ബോംബെയിൽ എനിക്ക് അവന്റെ പേര് ഓർമ്മയില്ല, ഒരു ആക്ടർ. അവന് ഞാൻ തുണിയില്ലാണ്ട് ഓടുന്നു റോട്ടിൽ കൂടെ. ഇതൊരാള് 3 3 പീസ് ഇട്ടിട്ട് നടക്കണേ, ഇതുവരെ തുണിയൊന്നും ഊരിയിട്ടില്ല. ഇതാണ് നമ്മൾക്ക് അറിയേണ്ടത്. ഇതൊരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, എസ്പെഷ്യലി ഹിന്ദുക്കളുടെ. ഈ തിരുമല കോൺട്രവേഴ്സിയിൽ പ്രകാശ് രാജിന് എന്തായാലും റോള്, എന്ത് റോൾ അയാൾക്കുള്ളത്? ശരിയാണ്, വീട് ഹൈദരാബാദിലുണ്ട്, അത് വേസ്റ്റ്. പവൻ കല്യാൺ ഒരു മുഖ്യമന്ത്രി, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ, ആള് സ്റ്റേറ്റ്മെന്റ് ഇറക്കി സനാതന ധർമ്മത്തെ നിങ്ങൾ നമ്മൾ കണ്ടതാണ്. ഉദയനിധി സ്റ്റാലിൻ എന്തൊക്കെയാ പറഞ്ഞ സനാതന ധർമ്മത്തെ പറ്റി. രാഹുൽ ഗാന്ധി മിണ്ടിയോ? ഇല്ലല്ലോ. കോൺഗ്രസ് ട്വീറ്റ് ചെയ്തോ? ഇല്ലല്ലോ. കമ്മ്യൂണിസ്റ്റുകാർ വല്ലതും പറഞ്ഞോ? അവർക്കൊരു ദൈവവിശ്വാസം ഇല്ലല്ലോ അവർക്ക്. അതാണ്. അപ്പൊ അവസാനം ഈ പറഞ്ഞ മാതിരി ആർക്ക് എന്ത് വേണമെങ്കിൽ കയറി നിങ്ങൾ ഹിന്ദിയിൽ ഗംഗ സബ് അപ്ന ഹാത്ത് ധോലേത്തെ എന്ന് പറയും. ഗംഗയിൽ എല്ലാവരും പോയി മുങ്ങി കുളിച്ചു വരും പുറത്തേക്ക്. അതാണ് എല്ലാവരെയും ഈ പറഞ്ഞ മാതിരി പാവൊക്കെ അവിടെ ഇട്ടിട്ട് പോരും ഗംഗയില്, പാവം. അതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ്. പക്ഷെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഒരു ഹിന്ദുക്കളൊരു അതാണ് നമ്മള് 10,000, 3,000, 4,000 കൊല്ലമായിട്ട് ഉണ്ടല്ലോ റിലീജിയൻ ഉണ്ടായിട്ട്, 5,000 കൊല്ലം റിലീജിയൻ ഉണ്ടായിട്ട് നമ്മളെ മുഗൾസ് വന്ന് ഭരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നു, ഡച്ച് വന്നു, ഫ്രഞ്ച് വന്നു, പോർച്ചുഗീസ് വന്നു, എല്ലാവരും വന്നു. എന്താണ് നമ്മൾ ഇതുമാതിരി തന്നെ ഇപ്പോഴും നമ്മൾ ഡിവൈഡായി കിടക്കുകയാണ്. ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കില്ല. അതാണ് ഇവരുടെ അവിടുത്തെ പൊളിറ്റീഷ്യൻസിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഹിന്ദു റിലീജിയനെ ഈ പറഞ്ഞ പ്രകാശ് രാജ്, കമലഹാസൻ, സിദ്ധാർത്ഥ്, ഇവരൊക്കെയാണ് കിടന്ന് ഈ പറഞ്ഞ ഡിവൈഡ് ചെയ്യും. എന്തെങ്കിലും പറഞ്ഞ പോലെ ജയ് ഭീം എന്ന് പറയും.
അപ്പോൾ ദലിത്തുകളെ മാറ്റി നിർത്തുക. ആദ്യത്തെ കൺവേർട്സ് അതെ അതെ നമുക്കറിയാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് കൺവേർട്ട് ചെയ്തത് മുസ്ലിംസ് വന്നപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിൽ വന്ന ഈ പറഞ്ഞ മാതിരി ആർമി ആയാലും. അല്ല, ഈ ജയ് ഭീം എന്ന് പറ്റി പറയുമ്പോൾ ഒരു കാര്യം ഇവര് ആലോചിക്കേണ്ട സംഭവം, അംബേദ്കറുടെ പാർട്ടീഷൻ ആ പുസ്തകം ഒരു വായിച്ചിട്ടുണ്ടോ? അതെ, ആ പുസ്തകത്തിനകത്ത് വായിച്ചതിന് ഇവര് 7 ഗംഗ കുളിച്ചു കഴിഞ്ഞാൽ ഇവര് പിന്നീട് അംബേദ്കർ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അംബേദ്കറെ ഇവര് ശത്രുസ്ഥാനത്ത് വെറുതെ സംഖ്യയാക്കിയാണ്. അതല്ല, അംബേദ്കർ എത്ര പേർക്ക് അറിയുന്ന പറഞ്ഞോടെ, അംബേദ്കർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയ ആളാ. നെഹ്റുവിന്റെ നേരെ ചാലഞ്ച് ചെയ്ത് നെഹ്റുവിനെ ഇറങ്ങിപ്പോയതാണ് പാർട്ടി. മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോ അംബേദ്കർ പറഞ്ഞത് നമ്മുടെ രാജ്യത്തിന്റെ ഗ്രഹണം അവസാനിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ അത് അംബേദ്കറിന്റെ പുസ്തകം ഈ പറഞ്ഞ വായിച്ചു കഴിഞ്ഞാൽ, ഓരോ കോമന്റ് വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കണം, നിങ്ങൾ അത് അഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ഒരു അംബേദ്കർ അങ്ങനെയൊന്നും അംബേദ്കർ എഴുതിയില്ല എന്ന് പറയും. സ്വന്തമായിട്ട് എഴുതിയ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞത്. 2 പ്രാവശ്യം അംബേദ്കറെ തോൽപ്പിച്ചു ലോക്സഭാ ഇലക്ഷന്. അംബേദ്കർ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട്, ഇൻഡിപെൻഡന്റ് ഒരു ചെറിയൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് നിന്നു. തോൽപ്പിച്ചതാരെ 2 പ്രാവശ്യം തോൽപ്പിച്ച കോൺഗ്രസ്സുകാരാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒരു റിലീജിയനെ മാത്രം, ഈ പ്രകാശ് രാജ്, ഞാൻ ഇതിനു മുമ്പ് ധനുഷിനടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു 5 എഡിറ്റേഴ്സ് വിത്ത് പ്രകാശ് രാജ് എന്നിട്ട് ഇലക്ഷന് മുമ്പ് 2024 ഇലക്ഷന് മുമ്പ് ഒരു ഇതുണ്ടായിരുന്നു, TV ഷോ ഉണ്ടായിരുന്നു, TV 9 ചാനൽ. ഞാൻ പറഞ്ഞില്ല, അന്നെ പറഞ്ഞു, 1.5 മണിക്കൂർ റെക്കോർഡ് ചെയ്ത പ്രോഗ്രാം ഈ പാർട്ടി ആ എഡിറ്ററെ വിളിച്ച് പറഞ്ഞ് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഡിലീറ്റ് ചെയ്തു. ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ വന്നു. 1.5 മണിക്കൂർ റെക്കോർഡ് ചെയ്ത ഷോ അവസാനം ടെലികാസ്റ്റ് ചെയ്തപ്പോൾ 45 മിനിറ്റ്. പിന്നെ ആ എഡിറ്ററിനെ വിളിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സുരേഷ് എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, സുരേഷ് ചോദിച്ച ക്വസ്റ്റ്യൻ എല്ലാം എടുത്തു കളയും. ബിക്കോസ് ആൾ വയലന്റ് ആയിട്ട് റിയാക്ട് ചെയ്തു അതിന്റെ അഗേൻസ്റ്റ്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിന്റെ ശരിക്കുള്ള ട്രൂ കളേഴ്സ് മനസ്സിലാവും. ഇവരൊക്കെ ഈ പറഞ്ഞ മാതിരി പുറത്ത് കാണിക്കുന്ന അല്ല ധനുഷ, ഉള്ളിൽ വല്ലാത്ത വിഷമാണ് ഉള്ളത്. അത് പുറത്തു വരുമ്പോഴാണ് ഇവർക്ക് പേടി. അതാണ് മെയിൻ ആയിട്ട്. അതെ അതെ. എന്തായിരുന്നാലും പ്രകാശ് രാജിന് മുട്ടം പണി കിട്ടി എന്നുള്ളത്, പവൻ കല്യാൺ പവൻ കല്യാൺ ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ സകലമാന ഒരു ആ ഒരു ഇൻസ്റ്റിങ്സും ഇപ്പൊ തന്നെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം പുള്ളിക്കാരന്റെ റൂട്ട്സ് വിട്ട് കളിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അവിടെ BJP-യെക്കാട്ടിലും വലിയ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് പവൻ കല്യാൺ പയറ്റുന്നത്. പക്ഷെ അതിലൊരു ആത്മാർത്ഥത ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഈ തിരുമല ലഡുവിന്റെ വിഷയം വന്നപ്പോൾ തന്നെ ആ തിരുമലയുടെ പടികൾ കഴുകിയാണ്, അതായത് വെങ്കടാചലപതിയുടെ പടികൾ അദ്ദേഹം കഴുകിയാണ് അദ്ദേഹം ഒരു പ്രായച്ചിത്തം ആഹ്വാനം ചെയ്തത്. പോരാത്തതിന് അദ്ദേഹം കഠിനമായിട്ടുള്ള വ്രതം അനുഷ്ഠിക്കുകയാണ് അതിന്റെ പ്രായച്ചിത്തമായിട്ട്. അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ശക്തമായിട്ടാണ് അദ്ദേഹം ഭരിച്ചു മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അതിന്റെ ഇടയിൽ ഇത് ധാരാളം കോൺട്രവേഴ്സികൾ വരുന്നുണ്ട്. അവിടെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഭരണാധികാരി ഇല്ലാത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞ ഈ പ്രകാശ് രാജൊക്കെ കിടന്ന് പൊളയ്ക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊന്നും ആരും എതിരല്ല. പക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യം, ആക്ഷേപവും അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തിനെയും മതേതരത്വത്തിനെയും പിന്നെ ഇന്ത്യയുടെ മറ്റ് ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെയും ചോദ്യം ചെയ്യാൻ വരുമ്പോ, മതങ്ങളെ അധിക്ഷേപിക്കാൻ വരുമ്പോ, ഒരു മതത്തിനെ മാത്രം ഗ്ലോറിഫൈ ചെയ്യുക, ബാക്കിയുള്ളതിനെയൊക്കെ അധിക്ഷേപിക്കാൻ വരുമ്പോൾ അത് ഉറപ്പായിട്ടും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും, നിങ്ങൾക്ക് പല കോൺസിക്വൻസസും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. ഞാനൊരു കാര്യം പറയാം, ഇവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ഫാസിസം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നല്ലപോലെ എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർക്ക്, പിന്നെ ഇന്ത്യൻ ഭാരതീയ ന്യായ സംഹിതയും കൂടെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഹിറ്റ്ലർ പോലും നടത്തിയ ഫാസിസത്തിന്റെ അപ്പുറത്തേക്ക് അവന്മാർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ നിയമപരമായിട്ട് അവന്മാരെ കൊടുക്കാനുള്ള പല വഴികളും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ശക്തനായിട്ടുള്ള ഭരണാധികാരി ഇവിടെ ഇല്ല എന്നുള്ളതായിരുന്നു അവന്മാരുടെ എല്ലാം വിജയം എന്ന് പറയുന്നത്. അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ശക്തനായിട്ടുള്ള ഭരണാധികാരി ഇല്ല. പിന്നെ നിയമത്തിനകത്ത് മുഴുവൻ ലൂപ്പ് ഹോൾസും ആയിരുന്നു. നമുക്കറിയാം, അതെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ടാണ് ഇപ്പൊ ഭാരതീയ ന്യായ സംഹിത വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ കുറയ്ക്കാം, കുറച്ചൊക്കെ കുച്ച്ബി കുറയ്ക്കാം എന്ന് പ്രകാശ് രാജിനോട് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. നന്ദി സാർ. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.